ഫോൺ ചോർത്തിൽ ഗവർണർ കത്ത് തന്നിട്ടുണ്ട്. അത് വേറെ അന്വേഷണം. ഞാനെന്താ മാളത്തെ വിളിക്കും എന്ന് വിചാരിച്ചവർ? ഇനി വേറെ ആളെ നോക്കണം. നമസ്കാരം. നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം മുമ്പ് നമ്മൾ കേട്ടുള്ള ആര്യാട മുഹമ്മദിൻ്റെ തട്ടകമായിട്ടാണ്. വർഷങ്ങളോളം ആര്യാട മുഹമ്മദ് നിലമ്പൂരിലെ MLA ആയിരുന്നു. ഒരു തവണ മാത്രമാണ് അദ്ദേഹം തോൽക്കാനിടയായത്. അതും നമ്മുടെ ഹംസയോടാണ് തോറ്റത്. ഒരിക്കലും അദ്ദേഹം മറ്റു സമയത്തൊന്നും തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടെ PV അൻവറാണ് രംഗപ്രവേശം ചെയ്തത്. PV അൻവർ തുടക്കത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ മാത്രമല്ല CPMൻ്റെ ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഇന്നലെ നടത്തിയ നിലമ്പൂരിലെ പ്രസംഗത്തിൻ്റെ ഏതാനും ചെറിയ ഭാഗമാണ് കൊടുത്തെങ്കിൽ ഇപ്പോൾ അവിടെ നടന്ന ചെറിയ പല ഭാഗങ്ങൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല ഭാഗങ്ങളുടെയും ഒരു ഭാഗങ്ങളാണ്, ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പം കൊടുക്കുന്നത്. എന്താണ് ആകെ പ്രശ്നം? എന്താണ് ഇപ്പോൾ ചർച്ച? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ തോറ്റമ്പി ഒരു പരിശോധന നടത്തിയോ ഈ പാർട്ടി? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് പരിശോധിച്ചോ? ഏത് പാർട്ടി നേതൃത്വമാണ് പരിശോധന നടത്തിയത്? ഒരു പരിശോധനയും നടന്നിട്ടില്ല. എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ തിരിഞ്ഞു നിന്നു? എന്താണ് യഥാർത്ഥ പ്രശ്നം? വടകര മത്സരിച്ച ടീച്ചറുണ്ടല്ലോ, ആരായിരുന്നു ടീച്ചർ? കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ, രാഷ്ട്രത്തിന് അതീതമായി അംഗീകാരം ഉണ്ടായിരുന്നു അവർക്ക്. ഒരു വോട്ട് പേഴ്സണായി കിട്ടിയ സഹോദരന്മാരെ ആ വടകരയിൽ എല്ലാരെക്കാളിലും വോട്ടിന് കണ്ണൂർ ജില്ലയിൽ, വടകരയിൽ, കോഴിക്കോട് അവർ തോറ്റില്ലേ? എല്ലാവരും 1 ലക്ഷത്തിന് തോൽക്കുമ്പോൾ ടീച്ചർ ഏറ്റവും ചുരുങ്ങിയ 50,000-ത്തിനല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വോട്ട് ജനം ചെയ്തിട്ടില്ല. ഈ പാർട്ടി പഠിച്ചോ? പരിശോധിച്ചോ? എന്തേ പരിശോധിക്കാത്തത്? അത് പരിശോധിക്കണമെന്നാണ് ഞാൻ കത്ത് കൊടുത്തത്. മനസ്സിലായോ? ശബരിമല എന്തായിരുന്നു പാർട്ടിയുടെ കണക്കൂട്ടൽ? ഒന്നാമത്തെ ജാഥയിൽ പോകുമ്പോഴേ ഞാൻ കത്ത് കൊടുത്തു, പാർട്ടി തിരുത്തണം. ഹൈന്ദവ സമുദായത്തിലെ സഹോദരിമാർക്ക് അതിൽ താല്പര്യമല്ല. അവർ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ എന്തിനെതിരെ ഇടപെടണം? അവർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത് എന്നാണ് പാർട്ടി വിശദീകരണം. ഒരു ഹൈന്ദവ സഹോദരിയും തയ്യാറില്ല. എന്നിട്ട് ഏതോ ആന്ധ്രയിൽ എവിടുന്നോ 2 ബലാലിനെ വലിച്ചു കൊടുത്തിട്ട് പോലീസിനെ കുത്തിക്കയറ്റി അല്ലേ? പഠിച്ചോ പാർട്ടി? ഒരു ചർച്ചയില്ല. പിണറായി വിജയന്റെ പേര് കേട്ടാ മുട്ട് പറക്കാണ്. മനസ്സിലായില്ലേ? എന്തത്? എന്തിനു വേണ്ടി? ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ചർച്ചകൾ നടക്കണം, അന്വേഷിക്കണം. എന്തുകൊണ്ട് ഈ പരാജയം? അവസാനം എന്നെ കൊണ്ട് ഇതെല്ലാം കൂടെ പറയിപ്പിച്ച് ഇപ്പം ഞാൻ ഔട്ടൊരു അറ്റാച്ച് ഔട്ടാ എന്നാ ഇത് തന്നെയല്ലേ CPI-ക്കാരും പറയുന്നത്. ഈ ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കണമെന്ന്. അത്രയല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? PV അൻവർ കള്ളക്കാരുടെയും കൊള്ളക്കാരുടെയും നേതാവാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3.5 കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. മാത്രമോ? ഭീഷണിപ്പെടുത്തിയില്ലേ? ഫോൺ ചോർത്തിൽ ഗവർണർ കത്ത് തന്നിട്ടുണ്ട്. അത് വേറെ അന്വേഷണം. ഞാനെന്താ മാളത്തെ വിളിക്കും എന്ന് വിചാരിച്ചവർ? ഇനി വേറെ ആളെ നോക്കണം. ഭയപ്പെടുത്തി. അപ്പോഴാണ് ലെവല് തെറ്റുന്നത്. എൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ഒന്ന് ആലോചിച്ചോട്ടെ. ഞാനാണ് ഇപ്പുറത്തും, അദ്ദേഹമാണ് ഇപ്പുറത്ത്, ഞാൻ അപ്പുറത്തുമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുക്കും. അപ്പൊ CPI-ക്കാർക്ക് പറയാം, അൻവറിന് പറയാൻ പാടില്ല അല്ലേ? എന്താണ് മനസ്സിലാവാത്ത സഖാക്കൾക്ക്? അവിടെയാണ് വിഷയം. അതാണ് ജനങ്ങൾ പരിശോധിക്കേണ്ടത്. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞു വരുന്ന നെക്സസുകളാണ്. അടിവേരറ്റുപോകും ഈ സമൂഹത്തിൻ്റെ. വളരെ ചുരുങ്ങിയ ആളുകളുടെ കയ്യിലേക്ക് അധികാരവും പണവും സമ്പത്തും പോലീസും ഒതുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം, ഞാൻ ഈ പറഞ്ഞതുപോലെ,
കൂരാക്കൂരി ഇരുട്ടത്ത് ഒരു കറുത്ത പാറയുടെ മേലെ ഒരു കറുത്ത ഉരുമ്പ് ഇഴഞ്ഞ് 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 മെല്ലെ നീങ്ങി വരുന്നത് പോലെ ഈ ഫാസിസം മറ്റൊരു വഴിയിലൂടെ നമ്മുടെ സമൂഹത്തിലാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ. അതായത് ഈ പ്രസംഗങ്ങളെല്ലാം തന്നെ CPM-ൻ്റെ അണികളെ എൻ്റെ കൂടെയാണ് ഞാൻ, നേതാക്കന്മാർ കോടികളുണ്ടാക്കി, അവർ സുഖലോലുപരായിരിക്കുന്നു, എന്നാൽ പാവപ്പെട്ട അണികൾക്ക് എന്താണുള്ളത്? നിലമ്പൂരിൽ തന്നെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടുന്നു, അതേപോലെ സ്വർണം പൊട്ടിക്കൽ പോലുള്ള കാര്യങ്ങൾ നടക്കുന്നു, പോലീസ് സ്റ്റേഷനുകളിൽ നീതി കിട്ടുന്നില്ല. ഏതാനും ചില CPM നേതാക്കന്മാർ കോടീശ്വരന്മാരായി അല്ലാതെ ഈ ഗവൺമെൻറ് കൊണ്ട് എന്താണ് നേട്ടമുണ്ടായിട്ടുള്ളത്? ഇത് തന്നെയാണ് ക്രൈം പറഞ്ഞിട്ടുള്ളത്. 1996-97 മുതൽ ക്രൈം തുടങ്ങിയ മുതൽ അന്ന് മുതൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, CPM-ൽ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയാണ്. അവിടെ കുത്തക മുതലാളിമാരും കുത്തക പ്രഭുക്കന്മാരും ആയിട്ട് അവിടെ നേതാക്കന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ അണികൾക്ക് നീതിയില്ല. എന്തിനു വേണ്ടിയിട്ടാണോ CPM രൂപീകരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്? അവർക്ക് അടിസ്ഥാന വർഗങ്ങളുടെ മോചനമാണ്, അടിസ്ഥാന വർഗങ്ങളുടെ വികസനമാണ്, അടിസ്ഥാന വർഗങ്ങളുടെ നേട്ടമാണ്. എന്നാൽ അങ്ങനെയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ ഭരണത്തിൽ കൊണ്ടുണ്ടായിട്ടില്ല. അണികൾക്ക് അന്നും ഇന്നും അടിയും ഇടിയും തന്നെ. അവർക്ക് യാതൊരു കോരനെ കഞ്ഞി കുമ്പിളി തന്നെ എന്ന് പറയുമ്പോൾ, കോരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ പിതാവിൻ്റെ പേരും കോരൻ എന്നാണ്. അന്ന് അദ്ദേഹം കുമ്പിളിലാണ് കഞ്ഞി കഴിച്ചതെങ്കിൽ ഇന്ന് അദ്ദേഹം സ്വർണ്ണക്കരണ്ടി കൊണ്ടാണ് കഞ്ഞി കഴിക്കുന്നതും അതേപോലെ ഭക്ഷണമെല്ലാം കഴിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റുപാടും സംരക്ഷണമാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് അനങ്ങിയ സംരക്ഷണം, അങ്ങോട്ട് അനങ്ങിയ സംരക്ഷണം. എന്നിട്ട് ആ രഹസ്യ സങ്കേതത്തിൽ നിന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? കേരളത്തെ വിറ്റ് പൈസയാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ്, കമ്മീഷനാണ്, സ്വർണ്ണക്കള്ളക്കടത്താണ്, ഡോളർ കടത്താണ്, ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പദ്ധതികളിൽ 50-50 കാര്യങ്ങൾ. 50% ചെലവും 50% തട്ടിപ്പും. ഇങ്ങനെ കിട്ടുന്ന പണമെല്ലാം പിണറായി വിജയൻ സംബന്ധിച്ച് വിദേശത്ത് എത്തിച്ചിരിക്കുന്നു. 1-2 രൂപയല്ല. ഞാൻ 1.5 വർഷം മുമ്പ് പറയുന്നതിന് മുമ്പ് 25,000 കോടി രൂപയുടെ കണക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആ കണക്കുകളെല്ലാം കാലം മാറി, ഇപ്പോൾ കോലവും മാറി. ഇപ്പോൾ എത്രയോ കോടികൾ രൂപ അദ്ദേഹം ഇവിടെ നിന്ന് മാറ്റി വിദേശത്ത് എത്തിച്ചിരിക്കുന്നു. ഇതിനെല്ലാം അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്നത് BJP ആണ്. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് ഞാൻ കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആദ്യത്തെ പോരാട്ടമാണ് പിണറായി വിജയനെതിരെ. അന്ന് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തെങ്കിലും ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതും ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന ഹർജി കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ എന്നെ അന്നേ കൊല്ലുമായിരുന്നു. TP ചന്ദ്രശേഖരന് മുമ്പേ. TP ചന്ദ്രശേഖരനെ 2012 കൊല്ലുമെങ്കിൽ 2005 എന്നെ കൊല്ലുമായിരുന്നു. അങ്ങനെ ഉള്ള പിണറായി വിജയൻ നമുക്കറിയാം, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ്, കൊലപാതകിയാണ്, മാഫിയ തലവനാണ്, സ്വർണ്ണക്കളകടത്ത് രാജാവാണ്, കേരളത്തെ ഊറ്റിയെടുത്ത നേതാവാണ്, കേരളത്തിൽ പാർട്ടിയെ നശിപ്പിച്ച ആളാണ്. ഇപ്പോൾ അൻവർ കൃത്യമായി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവിടെ അണികൾ ഇളകിയിരിക്കുന്നു. അണികൾ നേതാക്കന്മാർക്കെതിരെ ചോദ്യം ചെയ്യാൻ വളർന്നിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ചന്തക്കുന്നിൽ ഇന്നലെ നിലമ്പൂരിൽ നടന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് നിലമ്പൂരിൽ ഈ PV അൻവറിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തിയത്. ഓരോരുത്തരും 100 കണക്കിന് ചോദ്യങ്ങളുമായിട്ടാണ് മടങ്ങിയത്. അവർ നാളെ അത് നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയൊക്കെ ഇനിയിപ്പോൾ പിണറായി വിജയനെതിരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ഇപ്പോൾ CPM നേതൃത്വത്തിനെതിരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ AKG സെൻറ്ററിന് ബോംബിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോംബിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഇനിയിപ്പം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ PV അൻവറിനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ അകത്താക്കുക എന്നുള്ളതാണ്. ഇന്നലെ വരെ സംരക്ഷിച്ചിരുന്ന പിണറായി വിജയൻ തന്നെ PV അൻവറിനെ ജയിലിൽ കയറ്റി കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം നമുക്ക്. അതുവരെ കാത്തിരിക്കുക. എന്തായാലും കേരളം ഇളകി മറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ഞെട്ടിയിരിക്കുന്നു. അങ്ങനെയൊന്നും വഴങ്ങുന്ന ഒരാളല്ല PV അൻവർ. വലിയൊരു വമ്പൻ സ്രാവ് തന്നെയാണ് PV അൻവർ. CPM-നെ കയ്യോടെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളതാണ് സത്യം. CPM-ന്റെ അടിവേര് മാന്തും PV അൻവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതോടുകൂടി CPM ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കും. കേരളത്തിൽ
വലിയൊരു കോളിളക്കം കൊടുങ്കാറ്റ് തന്നെയാണ് പി.വി. അൻവർ വിതച്ചിരിക്കുന്നത്. അത് കേരളം മുഴുവൻ ആഞ്ഞടിക്കും. എല്ലാ മേഖലകളിലും അതിന് പി.വി. അൻവറിന് അനുകൂലമായുള്ള ഒരു തരംഗം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാ മേഖലകളിലും CPM അണികൾ പുറത്തേക്കിറങ്ങി നേതാക്കന്മാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി, അവരെ നേരിടാനുള്ള തയ്യാറെടുപ്പോട് ഇതുവരെ ജനങ്ങളെ പറ്റിച്ച, അണികളെ പറ്റിച്ച നേതാക്കന്മാർക്കെതിരെ, പിണറായിക്കെതിരെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയായി പി.വി. അൻവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ തെളിയിച്ചുള്ളത്. ഇന്ന് അദ്ദേഹം വരാൻ പോകുന്നത് കോഴിക്കോട് മാമി കൊലപാതകത്തെക്കുറിച്ചാണ്. ആ കോഴിക്കോട് മാമി കൊലപാതകത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മുതലക്കുളത്ത് ചരിത്ര പ്രശസ്തമായ സ്ഥലമാണ് മുതലക്കുളം. അവിടെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല, ഇതിന് വലിയ കൊടുങ്കാറ്റായി മാറും, വലിയ ചുഴലിക്കാറ്റായി മാറും. കേരളത്തെ മുഴുവൻ കടപുഴകി എറിഞ്ഞുകൊണ്ട്, പിണറായി വിജയനെ കടപുഴകി എറിഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. അതിനിടയിൽ അദ്ദേഹത്തെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നന്ദി, നമസ്കാരം.